ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അക്കാഡമിയുടെ കേരള PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും കാണാനും കേൾക്കാനും ഉണ്ടോ? ഓഡിയോ വീഡിയോ ക്ലിയർ ആണോ? ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ. കാണാം കേൾക്കാം എന്ന് വിചാരിക്കുന്നു. യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ്സുകൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും 12:05 നമ്മൾ ക്ലാസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ചെയ്തു. അതിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, അതിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ അപ്ലിക്കേഷൻ കഴിഞ്ഞതാണ്. അപ്ലിക്കേഷൻ കൊടുത്തത് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം കൊടുത്താണ് തോന്നുന്നു. അതിൻ്റെ എക്സാമാണ് ഇപ്പം ജൂൺ 4-നാണ് അതിൻ്റെ എക്സാം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയാണോ? നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്, ഡിസ്പേർഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകണം. ജൂൺ 4-നാണ് എക്സാം. യെസ്, അതെ. അപ്പോൾ അവിടേക്ക് പോകുന്നതിന് മുമ്പ് അക്കാഡമിയുടെ പുതിയ ബാച്ച് കോഴ്സുകളെ പറ്റി ഒന്ന് ജസ്റ്റ് നിങ്ങളെ ഇൻഫോം ചെയ്യാം. 120 ദിവസത്തെ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ഒരു ബാച്ച് കോഴ്സ് മെയ് 4-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അക്കാഡമിയിൽ. അതുപോലെ തന്നെ 100 ദിവസത്തെ കംപ്ലീറ്റ് ബാച്ച് SCRT സിലബസ് ബേസ് ചെയ്തിട്ട് നമ്മൾ അക്കാഡമി പ്ലസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കാണാം. അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിനും മെയിൻസിനും ഉള്ള ഒരുപാട് ബാച്ച് കോഴ്സുകൾ, 10th ലെവൽ പ്രിലിംസ് മെയിൻസിൻ്റെ LP UPയുടെ ഫൗണ്ടേഷൻ ഒരു ബാച്ച് കോഴ്സ് അക്കാഡമിയിലുണ്ട്. അതുപോലെ ഒരുപാട് പ്ലസ്സിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ടെസ്റ്റ് സീരീസുകൾ അക്കാഡമി നടത്തുന്നുണ്ട്. അതെല്ലാം ആഴ്ചകളിലും ഉണ്ടാവും. ഇനി വരുന്നത് 11-ാം തീയതി ഒരു ടെസ്റ്റ് സീരീസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് 8 മണിക്ക് അറ്റൻഡ് ചെയ്യാം. 50 ക്വസ്റ്റിന് 75 മിനിറ്റ്. ഓക്കെ, ദെൻ ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് 8-ാം തീയതി ഒരു ടെസ്റ്റ് സീരീസ്, അതായത് ഇന്നൊരു ടെസ്റ്റ് സീരീസ് ഉണ്ട്. അത് 8 മണിക്കാണ് രാത്രി. അതും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ദെൻ അക്കാഡമിയിൽ നിങ്ങൾ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫീച്ചേഴ്സാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് എഡ്യൂക്കേറ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാം. കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഇവിടെ നടത്താം. റെഗുലർ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാവും. എക്സോസ്റ്റീവ് കവറേജ് ഓഫ് സിലബസ് ഉണ്ടാവും. ഫ്രീ ടെസ്റ്റ് സീരീസുകൾ ഉണ്ടാവും. വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ദെൻ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ഇപ്പോൾ നിങ്ങൾ അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ 24 മാസത്തേക്ക് 2 വർഷത്തേക്ക് നിങ്ങൾ അടയ്ക്കുമ്പോൾ ഒരു മാസം 599 രൂപ, 595 രൂപ വരുന്ന രീതിയിൽ 14,280 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. അങ്ങനെ ഒരു വർഷത്തേക്ക് അടയ്ക്കുമ്പോൾ 50,818 രൂപ വരും. ഇതിൽ 10% ഡിസ്കൗണ്ട് ലഭിക്കും നിങ്ങൾക്ക്. ആ ഡിസ്കൗണ്ട് ലഭിക്കാൻ നമ്മുടെ റെഫറൽ കോഡ് വിമൽ ലൈവ് എന്ന് പറഞ്ഞ റെഫറൽ കോഡ് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും പ്ലസ് സബ്സ്ക്രിപ്ഷൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അക്കാഡമി. ദെൻ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും റെഡി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ചെയ്തു നോക്കാം ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്നായിട്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഡാഷ് ഈസ് ദ ഈസിയസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ടു കാൽക്കുലേറ്റ്. ഏറ്റവും ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന മെഷർ ഓഫ് ഡിസ്പേർഷൻ ഏതാണ്? ഓപ്ഷൻ എ റേഞ്ച്, ഓപ്ഷൻ ബി മീൻ ഡീവിയേഷൻ, mean absolute deviation, ഓപ്ഷൻ സി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് ഓപ്ഷൻ ഡി വാരിയൻസ്. ഏറ്റവും ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന മെഷർ ഓഫ് ഡിസ്പേർഷൻ ഏതൊക്കെയാണ്? ഈ കാണുന്നതൊക്കെ മെഷർ ഓഫ് ഡിസ്പേർഷൻ തന്നെയാണ്. അതിൽ ഏറ്റവും ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് റേഞ്ച് ആണ്, അല്ലേ? ഏറ്റവും ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് റേഞ്ച് ആണ്. കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. കാരണം റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്താണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അതാണ് റേഞ്ച് എന്ന് പറയുന്നത്, അല്ലേ? ഏറ്റവും ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് റേഞ്ച് ആണ്. പക്ഷേ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ ചോദിച്ചാൽ ഏതാ നിങ്ങൾ എഴുതാം? ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള മെഷർ ഓഫ് ഡിസ്പേർഷൻ, ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ അത് ഏതായിരിക്കും? ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഓക്കെ, ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഏറ്റവും ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന മെഷർ ഓഫ് ഡിസ്പേർഷൻ റേഞ്ച് ആണ്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The numerical value of the standard deviation can never be
ഇത് നൺ എന്നാണ്. നൺ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വരേണ്ടതാണ്. 0 നെഗറ്റീവ് ലാർജർ ദാൻ ദ വാരിയൻസ്. ഏതാണ്? ന്യൂമറിക്കൽ വാല്യൂ ഓഫ് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്യാൻ നെവർ ബി നെഗറ്റീവ് അല്ലേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരിക്കലും എന്താവില്ല, നെഗറ്റീവ് ആവില്ല. കാരണം നമ്മൾ വാരിയൻസ് കണ്ടുപിടിക്കുമ്പോൾ ഡിഫറൻസസിൻ്റെ സ്ക്വയർ ആണ് നമ്മൾ എടുക്കുന്നത്. ആ സ്ക്വയർ ഒരിക്കലും നെഗറ്റീവ് ആവില്ല. എല്ലാ സമയത്തും അത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം. ആൻഡ് ആ പോസിറ്റീവ് വാല്യൂ തന്നെയാണ് ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ടും. സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിലും കൂടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ടും നമ്മൾ പോസിറ്റീവ് വാല്യൂ തന്നെയാണ് പറയുക. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കനോട്ട് ബി നെഗറ്റീവ് എന്നുള്ളത് പഠിച്ചു വെച്ചോളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. താഴെ തന്നിട്ടുള്ള ഡാറ്റാസിൽ നിന്നും മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ്റെ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ആദ്യം നമ്മൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതിൻ്റെ അസെൻഡിങ് ഓർഡറിൽ എഴുതാം. വേണ്ടേ? 80, 90, 100, 140, 150, 160 ആൻഡ് 200. ഇങ്ങനെ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതാം. ഇനി 1, 2, 3, 4, 5, 6, 7 ആണ്. 7 എന്ന് പറയുമ്പോൾ 7 + 1 8, 8/2 4. 1, 2, 3, നാലാമത്തെ ഒബ്സർവേഷൻ ആണ് മീഡിയൻ. അപ്പോൾ ഇവിടുത്തെ മീഡിയൻ എന്ന് പറഞ്ഞത് എത്രയായി? മീഡിയൻ ഈസ് 140. ഓക്കെ, അത് സിമ്പിളാണ്. മീഡിയൻ 140 ആയിട്ട് കിട്ടി നമുക്ക്. ഇനി നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ എക്സ് മൈനസ് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? എക്സ് മൈനസ് മീഡിയൻ, അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആദ്യത്തെ വാല്യൂ എക്സ് മൈനസ് മീഡിയൻ്റെ അബ്സല്യൂട്ട് വാല്യൂവിൽ ഫസ്റ്റ് 140 മൈനസ് എക്സ് മൈനസ് 140, അതായത് 80 മൈനസ് 140. ഞാനിവിടെ വാല്യൂസ് എഴുതി വയ്ക്കാം. 60 വരും ആദ്യം, രണ്ടാമത്തതിന് 50 വരും, അടുത്തത് 40 വരും, ദെൻ 0, ദെൻ 10, ഇവിടെ 20 ആൻഡ് ദിസ് 60 അല്ല. ഇതാണ് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ സമ്മ് എത്ര കിട്ടാം? ടോട്ടൽ സിഗ്മ എക്സ് മൈനസ് മീഡിയൻ മോഡുലസ്. ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എത്രയാണ്? 240 വരും. 240 വരും. ആൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്? 240 ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എൻ എന്ന് പറഞ്ഞാൽ 7. ദാറ്റ് ഈസ് എത്ര കിട്ടും നമുക്കിവിടെ? ശരിയല്ലേ? 240 അല്ലേ കിട്ടുന്നത്? ശരിയല്ലോ? യെസ്, 0.24 ആണ് വരിക. യെസ്, കറക്റ്റാണ്. 240/7 എന്ന് വരും. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടത് ഇവിടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ് വേണ്ടത്. ദാറ്റ് ഇസ്, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് വാല്യൂ ആണോ, ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണോ കാൽക്കുലേറ്റ് ചെയ്തത്, അത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഡിവൈഡഡ് ബൈ ഏതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് അത് ഡിവൈഡ് ചെയ്യുക. അതാണ് കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് അല്ലേ? അപ്പോൾ എന്ത് വരും? 240/7 ഡിവൈഡഡ് ബൈ മീഡിയൻ എന്ന് പറയുന്നത് എത്രയാണ്? മീഡിയൻ ഇസ് 140 അല്ലേ? ഇത്രയും വന്ന് ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഇസ് എത്ര കിട്ടും നോക്കിയേ? 240/7 × 140. കട്ട് ചെയ്ത് കളയാം നമുക്കിവിടെ. 24, 12/7 × 7 വരും അല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു 12/49. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ വരിക. 0.2 സംതിങ് അല്ലേ? 0.24 ആണ് ആൻസർ ആയിട്ട് കിട്ടുക. ശരിയല്ലേ? കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. ദെൻ അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറഞ്ഞത്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ ഫോളോയിങ് ആർ ദ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എക്സെപ്റ്റ്. താഴെ പറയുന്നതിൽ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ അല്ലാത്തത് ഏതാണ്? യെസ്, ഫോളോയിങ് വിച്ച് ആർ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എക്സെപ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ അല്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ അല്ല. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഡിസ്പേർഷൻ അല്ലേ? ബാക്കിയുള്ളത് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഒക്കെ മെഷേഴ്സ് ഓഫ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ്.
ആൻഡ് റിലേറ്റീവ് മെഷർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഏതാണ്? റിലേറ്റീവ് മെഷർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റിലേറ്റീവ് മെഷർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റിലേറ്റീവ് മെഷർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിനെന്തെന്ന് നമ്മൾ പറയാം? ഓർമ്മയുണ്ടോ? പേര് മറന്നുപോയോ? അതിനൊരു പേര് നമ്മൾ പറയില്ലേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ എക്സ് ബാർ. കോയഫിഷ്യൻ്റ് ഓഫ് വാരിയേഷൻ അല്ല, കോയഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. കോയഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വാരിയേഷൻ വ്യത്യാസമുണ്ട്. വാരിയേഷൻ വാരിയൻസിൻ്റെ കോയഫിഷ്യൻ്റ് ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻറ്റു 100 ചെയ്യാത്തത്, ഇൻറ്റു 100 ചെയ്യാത്തത്, ഇൻറ്റു 100 ചെയ്യുമ്പോൾ കോയഫിഷ്യൻ്റ് ഓഫ് വാരിയേഷൻ വരും. മറ്റേത് എസ് ഡി ബൈ എക്സ് ബാർ. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്ത. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The average of squared deviations from the arithmetic mean is called mean deviation, variance, standard deviation and quartile deviation. ഏതാണ്? The average of squared deviation, average of squared deviations from arithmetic mean. Arithmetic mean ൽ നിന്നുള്ള deviationsന്റെ squares, ആ squaresന്റെ average, അരിത്തമെറ്റിക് മീനിൽ നിന്നുള്ള ഡീവിയേഷൻസ് എക്സ് മൈനസ് എക്സ് ബാർ, അതിൻ്റെ സ്ക്വയർ, അതിൻ്റെ ആവറേജ്, ഇതെന്താണ്? ഇതേതാണ് എന്നാണ് ചോദ്യം. ഇറ്റ് ഇസ് ഏതാണ്? യെസ്, കറക്റ്റായിട്ട് കൃത്യമായിട്ട് ചെയ്യാം, തെറ്റിക്കാതെ. ഇറ്റ് ഇസ് കോൾഡ് വാരിയൻസ് അല്ലേ? വാരിയൻസ്. അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. The average of squared deviation from arithmetic mean is called variance എന്നുള്ളത് പഠിച്ചു വെച്ചോളൂ. Then അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ. The number of protozoas seen under 5 separate microscope slides were 3, 4, 5, 6, 7. The sum of squared deviation of observations from their sample mean is. Sum of squared deviations from their sample mean. Standard deviation ആണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ? Sum of squared deviations from their sample mean. Standard deviation അല്ല, എന്താണ്? വാരിയൻസ്. എത്രയാണ് വാരിയൻസ് എന്നാണ് ചോദ്യം. എങ്ങനെ വരും? എത്ര വരും? സമ്മാണ് ചോദിക്കുന്നത്, സമ്മ. ഓക്കെ, ആവറേജ് അല്ല, സം. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാം? ഇപ്പോൾ നമ്മുടെ വാല്യൂസ്, എക്സിൻ്റെ വാല്യൂസ് ആണ് 3, 4, 5, 6 ആൻഡ് 7. ഇതിൻ്റെ ആവറേജ് നോക്കൂ. 1, 2, 3, 4, 5 ഡിവൈഡഡ് ബൈ 5. ഇത് ആഡ് ചെയ്താൽ കിട്ടുന്നത് ഇതാണെന്ത്? ആവറേജ് അല്ലെങ്കിൽ എക്സ് ബാർ എന്ന് പറയുന്നത്. എക്സ് ബാർ എസ് എത്രയാണ്? എക്സ് ബാർ വരിക 5 ആണ്. നോക്കിയേ, കറക്റ്റ് അല്ലേ? 25/5 എന്ന് വരും. എക്സ് ബാർ എസ് 5. ഇനി ഇതിൻ്റെ സ്ക്വയർഡ് ഡീവിയേഷൻ ഫ്രം ദയർ സാമ്പിൾ മീൻ. സ്ക്വയർ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ 3 - 5 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 - 5 ദ ഹോൾ സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ അടുത്തത് 6 - 5 ദ ഹോൾ സ്ക്വയർ പ്ലസ് 7 - 5 ദ ഹോൾ സ്ക്വയർ. ഇതിൻ്റെ സമ്മാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 പ്ലസ് 0 പ്ലസ് 1 പ്ലസ് 4 എത്ര വരും? 8ഉം 2ഉം 10 അല്ലേ? ഇറ്റ് ഇസ് 10. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ശരിയല്ലേ? സം ഓഫ് സ്ക്വയർഡ് ഡീവിയേഷൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ആവറേജ് ചോദിക്കുമ്പോഴാണ് അതിനെ ഡിവൈഡഡ് ബൈ 5 എടുക്കേണ്ടത്. അപ്പോൾ 2 നമുക്ക് കിട്ടും. അതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരികയാണെങ്കിൽ അത് √2 ആയിരിക്കും. ഓക്കെ, ഇവിടെ അത്രയൊന്നും ചോദിച്ചിട്ടില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് സം ഓഫ് ഡീവിയേഷൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ? അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ. Calculate the standard deviation of the following data. Standard deviation of the following data calculate ചെയ്യണം. 5, 8, 7, 11 and 14 ആണ്. അപ്പോൾ 5 + 8 + 11, 7 + 11 + 14 divided by 5. That is equal to 45/5 എന്ന് വരും, which is equal to 9 അല്ലേ? കറക്റ്റ് അല്ലേ? 45 എന്നുള്ളത് ഇത് 25 കിട്ടും. 25 to 15 + 5 20 45 45/5 എന്ന് പറയുമ്പോൾ 9 എന്ന് വരും. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ അല്ലേ? ദാറ്റ് ഇസ്
5 minus 9 the whole square plus 8 minus 9 the whole square plus 7 minus 9 the whole square plus 11 minus 9 the whole square plus 14 minus 9 the whole square. Root 10 ആണ് വരിക. This is equal to 4 square 16 plus this is 1 plus this one is 2 square 4 plus this is 2 square again 4 plus this is 5. 5 square is 25. എത്ര വരും? 25 plus 20 30 വരും അല്ലേ? ശരിയല്ലേ? 30 അല്ലല്ലോ, 20 25 50 വരും അല്ലേ? 50 വരും. 50 ആണ് സം വരിക. ദെൻ നമ്മൾ സിഗ്മ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 10 കിട്ടും അല്ലേ? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് റൂട്ട് 10. അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. റൂട്ട് 10 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ഇവിടെ കിട്ടുക. ഓക്കെ, ഇതാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. What would happen to the variance of a data set if we added 5 to every observations? What would happen to the variance of a data set if we add 5 to each observations? എല്ലാ ഒബ്സർവേഷൻസിലും 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ ഡാറ്റാ സെറ്റിന്റെ വാരിയൻസിന് സംഭവിക്കുക എന്നാണ് ചോദ്യം. വാരിയൻസ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ അല്ലേ? വാരിയൻസ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ. അതുകൊണ്ട് തന്നെ അവിടെ വാരിയൻസിന് എന്തുണ്ടാവില്ല? ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. എക്സിൻ്റെ കൂടെ നിങ്ങൾ 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാരിയൻസ് ഓഫ് എക്സ് പ്ലസ് 5 എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? വാരിയൻസ് ഓഫ് എക്സ് തന്നെയാണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വാരിയൻസ് ഓഫ് 3x പ്ലസ് 5 ആണ് വരുന്നെങ്കിലോ ഇറ്റ് വിൽ ബി 3 സ്ക്വയർ ഇൻറ്റു വാരിയൻസ് ഓഫ് എക്സ് എന്ന് കിട്ടും. അതായത് വാരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് വിച്ച് ഇസ് എ സ്ക്വയർ ഇൻറ്റു വാരിയൻസ് ഓഫ് എക്സ് ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നോ ചേഞ്ച് ഇൻ വാരിയൻസ് എന്നുള്ളതാണ് എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് റേഞ്ച് ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. ഈ തന്നിട്ടുള്ള ഡാറ്റാസിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കുക. റേഞ്ച് കണ്ടുപിടിക്കാൻ റേഞ്ച് ഇസ് ഈക്വൽ ടു ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ്. ഏറ്റവും വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ 11 മൈനസ് ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ 4 അല്ലേ? 11 മൈനസ് 4 വിച്ച് ഇസ് 7 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. റേഞ്ച് ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 10. If the value of this first quartile is 49 and the value of the third quartile is 60, then the interquartile range is. ഫസ്റ്റ് ക്വാർട്ടൈലിൻ്റെ വാല്യൂ 49ഉം തേർഡ് ക്വാർട്ടൈലിൻ്റെ വാല്യൂ 60 ആണെങ്കിൽ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്താണെന്നാണ് ചോദ്യം. ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? ഹയസ്റ്റ് Q3 മൈനസ് Q1 അല്ലേ? Q3 മൈനസ് Q1 ആണ് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത്, വിച്ച് ഇസ് 60 മൈനസ് 49 ദാറ്റ് ഈസ് ഈക്വൽ ടു 11 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് ഒക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ദെൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ. ദ ആവറേജ് വേജസ് ഓഫ് വർക്കേഴ്സ് of a factory are 550 per month and the standard deviation of wages is 110. Then the coefficient of variation is. Coefficient of variation എന്താണെന്നാണ് ചോദിക്കണം. ആവറേജ് വേജ് നമുക്ക് തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്, ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വാരിയേഷൻ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് വാരിയേഷൻ ഇസ് സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 അല്ലേ? സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100. ഈ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എപ്പോഴും പെർസെൻറ്റേജ് ടൈപ്പ് ആയിട്ടും വരും. അതുകൊണ്ട് ഈ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സിഗ്മ എന്ന് പറയുന്നത് ഇവിടെ 110 ഡിവൈഡഡ് ബൈ 550 ഇൻറ്റു 100 എത്ര വരും? ഇത് രണ്ടും കട്ട് ചെയ്ത് കളയാം. 11 ഇവിടെ 5 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 20% ആണ് ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് വാരിയേഷൻ എന്ന് പറയുന്ന. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? 11ാമത്തെ ക്വസ്റ്റ്യൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. If the mean deviation of a distribution is 20, then the standard deviation of the distribution is
ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 20 ആണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അപ്രോക്സിമേറ്റ് ആണ്, എക്സാക്ട്ലി അല്ല ചോദിക്കുന്നത്. മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ട്. മീൻ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 4/5 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ശരിയല്ലേ? മീൻ ഡീവിയേഷൻ ഇസ് 4/5 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും? 5/4 ഇൻറ്റു മീൻ ഡീവിയേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/4 ഇൻറ്റു മീൻ ഡീവിയേഷൻ ഇസ് 20. ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ ഇറ്റ് ഇസ് 5. ഇറ്റ് ഇസ് 25 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ ഒരെണ്ണം കൂടി 13ാമത് ക്വസ്റ്റ്യൻ നോക്കാം. An empirical relation between the range and standard deviation is. Empirical relation between range and mean deviation. Standard deviation അല്ല, mean deviation. Standard deviation എന്ന് പറയുമ്പോൾ 6 standard deviation ആണ്. range എന്ന് പറയുന്നത് ഇവിടെ 2 range is equal to 15 MD എന്നാണ് ആൻസർ വരിക. ഓക്കെ, 2 range is equal to 15 MD എന്നാണ് ആൻസർ വരിക. കാരണം range എന്ന് പറഞ്ഞാൽ എന്താണ്? range 6 times standard deviation ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞു 5/4 ടൈംസ് മീൻ ഡീവിയേഷൻ ആണ്. 6 ഇൻറ്റു 5/4 ടൈംസ് മീൻ ഡീവിയേഷൻ എന്ന് വരും. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3ഉം ഇവിടെ 2ഉം കിട്ടും. ആ 2ഉം കൂടെ കൊണ്ടുവന്നാൽ 2 range is equal to 15 ഇൻറ്റു മീൻ ഡീവിയേഷൻ. ഓക്കെ, അങ്ങനെയാണ് ഓപ്ഷൻ ഡി വരുന്നത്. ക്ലിയർ ആണല്ലോ? സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി രാത്രി 9:30 നമുക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. സ്പെഷ്യൽ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഇൻഡെക്സ് നമ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡെക്സ് നമ്പേഴ്സ് ഞാൻ അതിൻ്റെ PDF +2 ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡെക്സ് നമ്പേഴ്സ് മാത്രം, അത് നിങ്ങൾ നോക്കുക, പഠിക്കുക. സ്പെഷ്യൽ ക്ലാസ് ആണ്, എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഇത് അൺഅക്കാഡമി ആപ്പിലാണ് ഈ ക്ലാസ് ഉള്ളത്, യൂട്യൂബിലല്ല. ആരെങ്കിലും അൺഅക്കാഡമി പുതിയതായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു റെഫറൽ കോഡ് ചോദിക്കും. കണ്ടന്റുകളൊക്കെ അൺലോക്ക് ചെയ്ത് ഫ്രീ ആയിട്ടുള്ള കണ്ടന്റുകൾ ഉപയോഗിക്കാനായിട്ട് അവിടെ നിങ്ങൾ വിമൽ ലൈവ് എന്ന് പറഞ്ഞ റെഫറൽ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അതിനകത്ത് ക്ലാസ്സുകൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ രാത്രി 9:30 എല്ലാവരും വരിക.